സ്കാൻ ആൻഡ് പേ പേയ്മെൻറ്റ്സിനൊന്നും നമുക്കിപ്പോൾ തീരെ ക്യാഷ് ബാക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും തരുന്നില്ല. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ സൂപ്പർ മണി എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു എമൗണ്ടെങ്കിലും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടാണ്. സൂപ്പർ മണി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ടാപ്പ് ടു സ്കാൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ടാപ്പ് ടു സ്കാൻ ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പ്രൊഫൈൽ ഐക്കൺ കിടക്കുന്നുണ്ടാവും. ആ പ്രൊഫൈൽ ഐക്കൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റുപ്പേ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് റുപ്പേ ക്രെഡിറ്റ് കാർഡും കൂടി ആഡ് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് വഴി തന്നെ പേ ചെയ്യാം. ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷനും കാണാം. മൈ ക്രെഡിറ്റ് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മന്ത്ലി ഒരു വട്ടം നമ്മുടെ സ്കോർ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. എക്സ്പീരിയൻസ് സ്കോറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സിബിൽ എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാനതിൽ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിനടുത്ത് വരുന്നൊരു ഓപ്ഷനാണ് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷനൊക്കെ ചെയ്തു, ബട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, ബട്ട് ഫെയിൽഡ് ആയിട്ടാണ് ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്കിൽ പോയിട്ട് നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാം. UPI കാർഡ്, FD അങ്ങനെ കുറേ കാറ്റഗറീസ് കാണാം. നമുക്കിതിൽ FD എന്ന കാറ്റഗറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമുക്ക് നല്ല രീതിയിൽ FD ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് കാണാം. 9%, 8% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് നമുക്ക് കാണാം. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. ബട്ട് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവേർഡ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. 5 ലക്ഷത്തിന് താഴെ ഡെപ്പോസിറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ FD ഇടുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഓരോ കാറ്റഗറീസ് നമ്മൾ വെറുതെ പോപ്പപ്പ് വിൻഡോ കണ്ടിട്ട് FD ഇടാനായിട്ട് നിൽക്കരുത്. നമ്മൾ ആ FDയുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വായിച്ച് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കേസുകളിൽ 9% ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 3 വർഷം വരെയൊക്കെ FD ഇട്ടിട്ടാണ്. അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനായിരിക്കും കൂടുതൽ FD ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം, ആ പറയുന്ന 8.5 ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി നോക്കിയിട്ട് വേണം FD ഇടാനായിട്ട് ശ്രദ്ധിക്കാൻ. റിവാർഡ്സ് എന്ന സെക്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. റിവാർഡ്സ് എന്ന സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമുക്ക് എത്ര രൂപ ടോട്ടൽ ക്യാഷ് ബാക്ക് കിട്ടിയെന്നാണ്. ഇപ്പോൾ 102 രൂപയുടെ അടുത്താണ് എനിക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് നമുക്ക് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കൂടി കാണാം. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും എത്ര % ആണ് ക്യാഷ് ബാക്ക് കിട്ടിയെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കതിൽ കിട്ടും. ഇത്രയാണ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കാം. സൂപ്പർ മണി FD ക്രെഡിറ്റ് കാർഡാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മെയിനായിട്ട് വരുന്ന ഹൈലൈറ്റ് 5% ക്യാഷ് ബാക്ക് ആണ് മിൻട്ര വഴി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ട്രിപ്പ് വഴിയാണ് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്ക് ഉണ്ട്. ഇനി നമ്മൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 2% ക്യാഷ് ബാക്ക് ആണ് ഫ്ലിപ്കാർട്ട് വഴി വരുന്നത്. നമ്മളിടുന്ന എമൗണ്ടിന് 7% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ ജേണി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ജേണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ഈ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസത്തിന് ശേഷമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫീസ് അതിൽ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡിൽ വരുന്നൊരു ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയത്, നമ്മളിടുന്ന FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇപ്പോൾ എത്ര കറൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ കാർഡും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 5000 രൂപയ്ക്ക് മേലെ ഡെപ്പോസിറ്റ് ചെയ്താലാണ് നമുക്ക് ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ പേഴ്സണലി 10000 രൂപയാണ് FD ഇട്ടത്. 9000 രൂപയാണ് അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ്. 90% ആണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുക. ഫിസിക്കൽ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5000 രൂപയ്ക്ക് താഴെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 300 രൂപ കൊടുക്കണം. ബട്ട് നമ്മൾ 5000 രൂപയ്ക്ക് മേലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കോസ്റ്റിന് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കാം. ബട്ട് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ആ കാർഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 249 + GST നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പേഴ്സണലി അപ്പോൾ ഫിസിക്കൽ കാർഡ് എടുത്തിട്ടില്ല. ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻക്രീസ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻക്രീസ് ലിമിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര എമൗണ്ട് ഇടാണ് അതിനാണ് 90% കൂടി നമുക്ക് ഈ ഉള്ള ക്രെഡിറ്റ് ലിമിറ്റ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ കാർഡിൽ വരുന്നുണ്ട്. FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡായ കാരണം നമുക്ക് ആനുവൽ ഫീയോ അതോ റിന്യൂവൽ ഫീയോ ഒന്നും വരുന്നില്ല. എല്ലാ ട്രാൻസാക്ഷനും 0.5% ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് ഈ കാർഡിൽ പറയുന്നത്. ഈ കാർഡിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് 100 രൂപയാണ്. അപ്പോൾ നമുക്ക് 100 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പൈസ നമ്മുടെ കയ്യിലുണ്ട്, 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ കാർഡ് എടുക്കാനായിട്ട് പറ്റും. ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് അതേപോലെ തന്നെ ഈ സൂപ്പർ മണിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് ഈ സൂപ്പർ മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഇന്നേ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിലോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ക്യാഷ് ബാക്കിൻ്റെ കേസിലും അത്യാവശ്യം പക്കയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരമായിരിക്കും. അതുപോലെ ഇങ്ങനത്തെ ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടന്റ്, ഡെബിറ്റ് കാർഡ് കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.